നോറ എന്ന കണ്ടസ്റ്റന്റ് നോമിനേഷനിൽ വരുമ്പോഴൊക്കെ ഡബിൾ എവിക്ഷൻ വെക്കാറില്ല. നോറ ഇല്ലാത്ത ലിസ്റ്റ് ആണെങ്കിൽ ഡബിൾ എവിക്ഷൻ വരും. അൻസിബ, അപ്സര എന്നിവര് പുറത്തായ ലിസ്റ്റിൽ നോറ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് രണ്ടുപേര് ഔട്ടായത്. ശ്രീരേഖയും ശരണ്യയും പുറത്തായ ലിസ്റ്റിൽ നോറ ഇല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. ഗബ്രി പുറത്തായ ലിസ്റ്റിൽ നോറ ഉണ്ടായിരുന്നു. റസ്മിൻ പുറത്തായ ലിസ്റ്റിൽ നോറ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പാറ്റേൺ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, നോറയെ ടോപ്പ് 5 എത്തിക്കാൻ ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട് എന്നൊരു കാര്യം. ടോപ്പ് 5 വരാൻ അർഹതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറൊരു സൈഡിലുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഫേവറിസം നോറയ്ക്ക് മാത്രം കൊടുക്കുന്നത് ശരിയാണോ? അല്ല, പ്രേക്ഷക പിന്തുണ ഇല്ലാത്തവർ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? കഴിഞ്ഞ സീസണിലും ഇങ്ങനെ ഒരു ഫേവറിസം നടന്നിട്ടുണ്ട്. ടോപ്പ് 6 വന്ന ഒരാളാണ്, ലാലേട്ടൻ വന്ന് എവിക്ട് ചെയ്ത് കൊണ്ടുപോയ ഒരാളാണ്, പേരൊന്നും പറയുന്നില്ല. പക്ഷെ ഈ സീസണിലെ നോറ ഏകദേശം ടോപ്പ് 4 ഉറപ്പിച്ച മട്ടാണ്. അത് മറ്റുള്ളവരെക്കാൾ ഒരുപാട് സപ്പോർട്ട് കുറവായിട്ടും. 80 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നോറയെ പ്രേക്ഷകർ ഇത്രയെങ്കിലും നല്ലത് പറയാൻ തുടങ്ങിയത്. ഇതുവരെ ഉണ്ടായിരുന്ന ഫുൾ നെഗറ്റീവ് മാത്രമായിരുന്നു ഇമേജ്. അപ്പം അതിന് കാരണം അവിടെയുള്ള മറ്റുള്ള ഫീമെയിൽ കണ്ടസ്റ്റൻസ് തന്നെയാണ്. ശ്രീതു, നന്ദന, ജാസ്മിൻ എന്നിവരെക്കാൾ ബെറ്റർ ഇൻഡിവിജ്വൽ പ്ലെയർ എന്നൊരു പോസിറ്റീവ് നോറയ്ക്കുണ്ട്. ബട്ട് ഈ ഫേവറിസം അത് എനിക്ക് പേഴ്സണലി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നോറയെ സേവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സായി പുറത്തായില്ല എന്നൊക്കെയാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത്. നന്ദന മാത്രമേ ഔട്ടായുള്ളൂ എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട്.